ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട കേരളം, മലയാള നാട് വീണ്ടും ഒരു ജനറൽ ഇലക്ഷനിലേക്ക് കടന്നു പോകുക. തീർച്ചയായിട്ടും ജനാധിപത്യത്തെ സംരക്ഷിക്കപ്പെടേണ്ട വലിയൊരു തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാനം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മാവേലി നാട് വാണിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും എന്ന് ഓണക്കാലത്തൊക്കെ പാടുന്നത് പോലെ കേരളം ഇതുവരെ മതസൗഹാർദ്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വർഗീയ ലഹളകൾ ഒന്നുമില്ലാത്ത ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിച്ച് മുന്നേറുന്ന അനുഗ്രഹിക്കപ്പെട്ട ആ പേര് പോലെ തന്നെ ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നുള്ള പേരിൽ സംരക്ഷിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇന്ന് നമ്മൾ നോർത്ത് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങൾ നോക്കിയാൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുന്ന, ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിലുള്ള സ്വാതന്ത്ര്യത്തോടെ അവനവൻ്റെ മതത്തിൽ വിശ്വസിക്കാനോ ഇഷ്ടമുള്ള ഭക്ഷണമോ ഇഷ്ടമുള്ള വസ്ത്രമോ പോലും ധരിക്കാൻ പറ്റാത്ത ഒരു അനുഭവത്തിലൂടെ നമ്മുടെ ഭാരതത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും ജനാധിപത്യത്തെ ഹിംസിച്ചു കൊണ്ടിരിക്കുന്ന, തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന, മനുഷ്യന് ഒരു മൃഗത്തിൻ്റെ വില പോലും കൊടുക്കാതെ തല്ലിക്കൊന്നുകൊണ്ടിരിക്കുന്ന, അവർ വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ പേരിൽ ആരാധനാലയങ്ങൾ അടിച്ച് തകർത്തുകൊണ്ടിരിക്കുന്ന, അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുന്ന, ആരാധനാ മധ്യത്തിൽ കടന്നുപോയിട്ട് അലങ്കോലപ്പെടുത്തുകയും അവരെ ഉപദ്രവിക്കുകയും മത നിരോധന ബില്ലുകൾ പാസ്സാക്കി മറ്റുള്ള വിശ്വാസത്തെ അടിച്ചമർത്തുവാൻ, തകർത്തെറിയുവാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, മാത്രമല്ല മതത്തിൻ്റെ പേരിൽ കൂട്ടക്കുരുതികളും കൊലപാതകങ്ങളും ഗുജറാത്തിൽ, മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നടന്ന കൂട്ടക്കുരുതികൾ നമ്മൾ കണ്ടതാണ്. പ്രിയമുള്ളവർ, ഈ സമയത്താണ് നമ്മൾ നമ്മുടെ കേരളത്തിൽ ഒരു തിരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നമ്മൾ വളരെ യുക്തിപൂർവം, വളരെ ബുദ്ധിയോടുകൂടെ നമ്മുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തേണ്ട വലിയൊരു തിരഞ്ഞെടുപ്പാണ് നമ്മുടെ മുന്നിലായിരിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പോലുള്ള അസമാധാനത്തിൻ്റെ, അസഹിഷ്ണുതയുടെ ഒരനുഭവത്തിൽ നമ്മുടെ സമാധാനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കേരളം മാറണമോ, അതോ നമ്മൾ അനുവർത്തിച്ചു പോകുന്ന ഈ സമാധാനത്തിൻ്റെ അന്തരീക്ഷം എല്ലാവരും ഏകോദര സഹോദരങ്ങളെന്നുള്ള ഒരു ബോധ്യത്തോടെ മുന്നേറുന്ന, മത അസഹിഷ്ണുതയില്ലാത്ത ഒരനുഭവത്തിൽ നമ്മുടെ കേരളം ഇനിയും മുന്നോട്ട് പോകണമോ എന്നുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൻ്റെ അവസരം നമ്മൾ വളരെ യുക്തിയോടുകൂടെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ വില കൊടുക്കേണ്ടി വരും. നാളെ മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ജാതിയുടെയൊക്കെ പേരിൽ മനുഷ്യൻ തമ്മിലടിക്കുന്ന, കൊല്ലുന്ന ഒരനുഭവത്തിൽ വിദ്യാസമ്പന്നതയിലും സംസ്കാരത്തിലും എല്ലാം ഭാരതത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഒരു ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നുള്ള പേര് അന്വർത്ഥമാക്കി മുന്നേറണമോ, അതോ ഡെവിൾസ് ഓൺ കൺട്രി, ചെകുത്താൻ്റെ നാടാക്കി മാറ്റണമോ? അതിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ് നമ്മൾ അഭിമുഖീകരിക്കാനായിട്ട് പോകുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൻ്റെ അവസരം വളരെ ബുദ്ധിയോടുകൂടെ, യുക്തിയോടുകൂടെ ഉപയോഗിക്കുവാനായിട്ട് ഓരോരുത്തരും ശ്രമിക്കുക. ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന, എല്ലാവരെയും ഒന്നുപോലെ കാണുന്ന, എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന, എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക പാർട്ടികൾക്ക് നമ്മുടെ വോട്ട് നൽകി അവരെ അധികാരത്തിലേക്ക് നമ്മുടെ നിയമസഭ ഭരിക്കുവാനായിട്ട് നമുക്ക് നിയോഗിക്കാം. 2024 പാർലമെൻറ്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പഞ്ചതന്ത്രം കഥ നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ആ പഞ്ചതന്ത്രം കഥ ഒന്നുകൂടെ ഈ ഇലക്ഷന് നമ്മൾ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞാൻ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശന്ന് വലഞ്ഞ സിംഹം കുറുക്കനോടായി വിളിച്ചു പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, വല്ലതും കൊണ്ടുവാ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നിന്നെ പിടിച്ച് തിന്നും. പേടിച്ച് വിരണ്ട കുറുക്കൻ കഴുതയുടെ അടുത്ത് പോയി പറഞ്ഞു, സിംഹരാജന് നിന്നെ രാജാവാക്കുവാനായിട്ട് താല്പര്യമുണ്ട്, വേഗം നീ എൻ്റെ കൂടെ വാ.
ഇത് കേട്ട് വിഡ്ഢിയായിട്ടുള്ള കഴുത കുറുക്കൻ്റെ പിന്നാലെ പോയി. കഴുതയെ കണ്ടപാടെ തന്നെ സിംഹം അതിൻ്റെ മേൽ ചാടി വീണു. പക്ഷേ അതിൻ്റെ ചെവിക്കാണ് കടിപറ്റിയത്. സിംഹം അതിൻ്റെ ചെവിയെ കടിച്ചു പറിച്ചു. വേദന കൊണ്ട് കുതറിയോടിയ കഴുത വീണ്ടും കുറുക്കൻ്റെ അടുത്ത് പോയി പറഞ്ഞു, നീ എന്നെ പറ്റിച്ചു. സിംഹത്തിനെ ഇരയാക്കുവാൻ വേണ്ടിയാണ് നീ എന്നെ സിംഹത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. ഇത് കേട്ട കുറുക്കൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞാൻ നിന്നെ പറ്റിക്കുമോ? ഇല്ല. എൻ്റെ തലയിൽ കിരീടം വയ്ക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ആ ചെവിയെ സിംഹരാജൻ കടിച്ചു മുറിച്ചതാണ്. ആ ചെവി പോയാൽ നിന്റെ തലയിൽ കിരീടം വളരെ സുഗമമായിട്ട് വയ്ക്കുവാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ആ ചെവിയെ സിംഹരാജൻ കടിച്ചു പറിക്കുവാൻ. അയ്യോ, ഞാൻ തെറ്റിദ്ധരിച്ചു. അങ്ങനെയായിരുന്നു അല്ലേ? അയ്യോ, എൻ്റെ അവസരം ഞാൻ പാഴാക്കി. ഇനി ഒരിക്കൽ കൂടെ പോകാം അല്ലേ? വീണ്ടും സിംഹത്തിൻ്റെ അടുത്തേക്ക് കടന്നു പോകാനായിട്ട് വിഡ്ഢിയായ കഴുതയെ കുറുക്കൻ പ്രേരിപ്പിച്ചു. കഴുത വീണ്ടും സിംഹത്തിൻ്റെ അടുത്തേക്ക് കടന്നു പോയി. കഴുതയെ കണ്ടപാടെ വീണ്ടും സിംഹം അതിൻ്റെ മേൽ ചാടി വീണു. പക്ഷെ ഇത്തവണ കടി കിട്ടിയത് വാലിലായിരുന്നു. സിംഹം അതിൻ്റെ വാൽ കടിച്ചു പറിച്ചു. വേദന കൊണ്ട് പുളഞ്ഞ കഴുത വീണ്ടും കുതറി ഓടി. വാല് നഷ്ടപ്പെട്ട വേദനയോടെ അത് വീണ്ടും കുറുക്കൻ്റെ അടുത്ത് പോയി പറഞ്ഞില്ല, നീ എന്നെ പറ്റിക്കുകയായിരുന്നു. ഈ രണ്ടാം പ്രാവശ്യം നീ എന്നെ പറ്റിച്ചു. സിംഹരാജന് എന്നെ ഭക്ഷണമാക്കുവാനായിട്ടാണ് നീ സൂത്രത്തിൽ എന്നെ പറഞ്ഞത്. ഞാൻ അങ്ങനെ നിന്നെ പറ്റിക്കോ? അങ്ങനെ ഒന്നും അല്ല. നിനക്ക് സിംഹാസനത്തിലിരിക്കുവാൻ തടസ്സമായിട്ട് നിൽക്കുന്ന ആ വാലിനെ സിംഹരാജൻ കടിച്ചു മുറിച്ചതാണ്. ആ വാല് പോയ സിംഹാസനത്തിൽ നിനക്കൊരു തടസ്സവും കൂടാതെ ഇരിക്കുവാനായിട്ട് പറ്റും. അയ്യോ, അങ്ങനെയായിരുന്നോ? ഞാൻ തെറ്റിദ്ധരിച്ചു. അവിടെ നിന്ന് ഓടിപ്പോകണ്ടായിരുന്നല്ലേ? വീണ്ടും സിംഹത്തിൻ്റെ അടുത്തേക്ക് പോകുവാനായിട്ട് കുറുക്കൻ കഴുതയെ പ്രേരിപ്പിച്ചു. വിഡ്ഢിയായ കഴുത അനുഭവം ഉണ്ടായിട്ട് വീണ്ടും സിംഹത്തിൻ്റെ അടുത്തേക്ക് കടന്നു. ഇത്തവണ സിംഹത്തിന് തെറ്റിയില്ല. കഴുതയെ കണ്ടപാടെ തന്നെ അതിൻ്റെ മേൽ ചാടി വീണു അതിനെ കൊല്ലുവാനായിട്ട് ഇടയായി. എന്നിട്ട് കുറുക്കനോടായി പറഞ്ഞു, വേഗം ഇതിനെ കൊണ്ടുപോയി തൊലി ഉരിഞ്ഞ് ശരിയാക്കി കൊണ്ടുപോവാ, ഞാനത് ഭക്ഷിക്കട്ടെ. കുറുക്കൻ അതിൻ്റെ തൊലിയൊക്കെ ഉരിഞ്ഞ് അതിനെ വൃത്തിയാക്കി. എന്നിട്ട് അതിൻ്റെ തലച്ചോറെടുത്ത് കുറുക്കൻ തന്നെ ഭക്ഷിച്ചു. ഹൃദയവും വൃക്കയും കിഡ്നിയും ലിവറും ഒക്കെ അടങ്ങിയ ശരീരത്തിൻ്റെ മറ്റ് മാംസള ഭാഗങ്ങൾ സിംഹത്തിന് കൊണ്ടുകൊടുത്തു. സിംഹം കുറുക്കനോടായി ചോദിച്ചു, നിന്റെ തലച്ചോറ് എവിടെ? സൂത്രശാലിയായ കുറുക്കൻ ഇപ്രകാരം പറഞ്ഞു, അതിന് തലച്ചോറില്ലായിരുന്നു രാജൻ. തലച്ചോറുണ്ടായിരുന്നുവെങ്കിൽ 2 പ്രാവശ്യം അങ്ങ് അതിനെ ആക്രമിച്ചപ്പോഴും വീണ്ടും അത് 3ാമതും അങ്ങയുടെ അടുത്തേക്ക് കടന്നു വരുമായിരുന്നു. പ്രിയമുള്ളവർ, ഈ കഥ നിങ്ങളൊന്ന് കേട്ട് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വേണം പോളിംഗ് ബൂത്തിലേക്ക് നമ്മൾ കടന്നു പോകാൻ. ഒരുപക്ഷെ നമുക്ക് പലവിധമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളുണ്ടായിരിക്കും. പക്ഷേ എല്ലാറ്റിനുപരി നമ്മുടെ സ്റ്റേറ്റിൻ്റെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഈ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമാധാനവും സന്തോഷവും സൗഹാർദ്ദവും മതേതരത്വവും സംരക്ഷിച്ച് നമ്മെ മുന്നിലേക്ക് എല്ലാവരുടെ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമന്യേ എല്ലാവരുടെയും ഉയർച്ചയ്ക്ക് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നു നമ്മുടെ ജനാധിപത്യം സംരക്ഷിച്ച് നമ്മളിന്ന് അനുവർത്തിക്കുന്ന നല്ല സംസ്കാരം, ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വ സ്വഭാവവും സ്വാതന്ത്ര്യവും മൗലിക അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്ന ഒരനുഭവത്തിൽ ഭരിക്കുന്ന പാർട്ടിയെ നമുക്ക് അധികാര സ്ഥാനത്തേക്ക് കൊണ്ടുവരാം. അതിനായിട്ട് നമ്മുടെ സമ്മതിദാന അവകാശം വളരെ യുക്തിയോടുകൂടെ, ബുദ്ധിയോടുകൂടെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഇടയാകട്ടെ. ചിലർ ചിന്തിക്കാറുണ്ട്, ഈ വോട്ടൊക്കെ ഇട്ടിട്ട് എന്നാ ചെയ്യാൻ? പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഗ്രീസിൽ ജീവിച്ചിരുന്ന തത്വജ്ഞാനിയായിട്ടുള്ള പ്ലാറ്റോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇപ്രകാരം പറയുവാനായിട്ടിടായി: ദ റിസൾട്ട് ഓഫ് യുവർ പൊളിറ്റിക്കൽ ഇനാക്ടിവിറ്റി ഈസ് ദാറ്റ് യു വിൽ ബി റൂൾഡ് ബൈ ദ പീപ്പിൾ ഇൻഫീരിയർ ടു യു. എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ താനിരിക്കേണ്ടിടത്ത് താനിരുന്നില്ലെങ്കിൽ നായി കയറിയിരിക്കും.
എന്ന് വെച്ചാൽ നമ്മൾ രാഷ്ട്രീയത്തോട് കാണിക്കുന്ന അലസത, അതായത് നമുക്ക് ലഭിക്കുന്ന അവസരം നമ്മൾ യഥാവിധി യുക്തിപൂർവ്വം ഉപയോഗിച്ചില്ലെങ്കിൽ അധമന്മാരായ വ്യക്തികൾ നമ്മെ കയറി ഭരിക്കുവാനായിട്ട് ഇടയായി. നമ്മൾ തിരഞ്ഞെടുക്കുക നമ്മൾ ആരാണ് ഭരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അതിനെ പണിയുവാനായിട്ട് ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നമ്മൾ വോട്ട് കൊടുക്കണം. അല്ല വർഗീയ വിഷത്തിൻ്റെയും ഹിഡൻ അജണ്ടകളും നടപ്പാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ സംസ്ഥാനത്തിലെ സമാധാനവും സന്തോഷവും സൗഹാർദ്ദവും മതസ്വാതന്ത്ര്യവും നഷ്ടപ്പെടുത്തണമോ നമ്മൾ തീരുമാനിക്കും. നമ്മുടെ ഭാരതം വളരെയധികം ഭയാനകരമായിട്ടുള്ള ജനാധിപത്യ ധ്വംസനത്തിലൂടെ ഏകാധിപത്യ പ്രവണതയിലേക്ക് നമ്മുടെ ഭാരതം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രിയമുള്ളവർ, ഈ തിരഞ്ഞെടുപ്പ് ബോധപൂർവം യുക്തിയോടുകൂടെ നമുക്ക് അഭിമുഖീകരിക്കാം. എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു നല്ലൊരു ഭരണം അധികാരത്തിൽ വരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അതിനായിട്ട് പരിശ്രമിക്കാം. അതിനായിട്ടുള്ള ബുദ്ധി ദൈവം എല്ലാവർക്കും തരട്ടെ. നല്ലൊരു ഭാഗം നമ്മുടെ കേരളത്തിന് ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോ എന്നെ കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഗാഡ് ബ്ലസ് യു ഓൾ. വിഷ് യു all the best.